ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. നമുക്കിന്ന് ഒരു മുട്ടത്തീയൽ ഉണ്ടാക്കാവേ. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, 2 ചെറിയ തക്കാളി, കുറച്ച് ചുവന്നുള്ളി, 1 സവോള, ഒരു 3 പച്ചമുളക്. ചുവന്നുള്ളി കൂടുതൽ ഇടുന്നതാണ് ഇതിന് ടേസ്റ്റ് കേട്ടോ. ചുവന്നുള്ളി മാത്രം അരിഞ്ഞിടാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണേ. ചെറിയൊരു മുറി തേങ്ങയുണ്ട്, ചെറിയൊരു മുറി മതി, ഒത്തിരി വേണ്ട. അതിനകത്ത് കുറച്ച് പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്, ഒരു 10-12 കുരുമുളക്, കുറച്ച് കറിവേപ്പില. മുട്ടത്തീയലിന് ഈ കുരുമുളക് ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറിൽ നമുക്ക് വറുത്തെടുക്കാം. നമ്മൾ തേങ്ങ ഇവിടെ ആ ഒരു ബ്രൗൺ കളറിൽ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണം. ഇങ്ങനത്തെ ഒരു സ്പൂണിന് 1 സ്പൂൺ ചില്ലി പൗഡർ. നമ്മൾ ആവശ്യത്തിന് കുരുമുളകും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട്, അപ്പോൾ ആവശ്യത്തിനുള്ള എരിവ് കിട്ടും. അപ്പം കാശ്മീരി ചില്ലി പൗഡർ ചേർത്താൽ മതി, മറ്റേ ചില്ലി പൗഡറിൻ്റെ ആവശ്യമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കണേ. ഈ കാശ്മീരി ചില്ലി പൗഡറിന് ഒരു കുത്തലുണ്ട്, ഒരു പച്ച ചുവ, അതിൻ്റെ ഒന്ന് മാറി കിട്ടണം. 1 മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി, അപ്പോഴത്തേനും അത് മൂത്ത് കിട്ടുവേ. ഇനി ഇത് നമുക്ക് തണുക്കാൻ വെക്കണം. തണുക്കാൻ വെച്ച് കഴിഞ്ഞ് നന്നായിട്ട് തണുത്ത് കഴിയുമ്പം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണേ. നമ്മൾ ഇതുപോലെ ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കറിക്കൊക്കെ വെളിച്ചെണ്ണയായിരിക്കും നല്ലത്. അതിലേക്ക് നമ്മൾ ഈ ചുവന്നുള്ളിയും സവോള, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റണേ. തീയലിന് കടുകൊന്നും പൊട്ടിക്കണമെന്നില്ല. ഇത് നന്നായിട്ട് ഒന്ന് വഴണം. ഒരു മിനിറ്റ് ഒന്ന് വഴന്ന് കഴിഞ്ഞിട്ട് ആ പൊട്ടറ്റോയും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് വഴറ്റുവേ. തീയലിൻ്റെ സ്പൂൺ ഇടുമ്പോൾ ശബ്ദം കേൾക്കുന്നതാണ് ഞാൻ ഈ സ്പൂണ് പെട്ടെന്ന് എടുത്തത്. ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ പെട്ടെന്ന് ഉള്ളിയൊക്കെ വഴന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന പൊട്ടറ്റോയും കൂടെ ചേർത്ത് കൊടുക്കുക. മുട്ടയുടെ കൂടെ ഈ നല്ലൊരു കോമ്പിനേഷനായി ഈ പൊട്ടറ്റോയും കൂടി ഇടുന്നത് നല്ല ടേസ്റ്റാണ്. തീയലൊക്കെ ഉണ്ടാക്കാൻ ഇച്ചിരി മെനക്കേടാ, തേങ്ങയൊക്കെ വറുത്ത്. പക്ഷേ ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലതാണ്. ഇച്ചിരി ഒന്ന് മെനക്കെട്ടാലേ നമുക്ക് ടേസ്റ്റുള്ള ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ. മടിച്ചിരുന്ന് കഴിഞ്ഞാൽ അത് പറ്റത്തില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ ഇതുപോലെ തീയലുകളൊക്കെ ഉണ്ടാക്കി കഴിക്കണം. പല ടൈപ്പ് തീയൽ ഉണ്ടാക്കാമല്ലോ. വെണ്ടയ്ക്ക കൊണ്ടുണ്ടാക്കാം, വഴുതനങ്ങ, പാവയ്ക്ക, പിന്നെ പൊട്ടറ്റോയും മുരിങ്ങയ്ക്കായും കൂടെ ഇട്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് ടൈപ്പ് തീയലുകൾ ഉണ്ടാക്കാം. ഇടയ്ക്കൊക്കെ ഈ മുട്ടത്തീയൽ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് മുട്ടത്തീയലിന്. ഇതൊന്നും വഴന്ന് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർക്കണേ. ഇത് കണ്ടോ, നന്നായിട്ട് ഞാൻ ആ ചെറിയ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. തീയലിന് അരയ്ക്കുമ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഓഫ് ചെയ്യണേ. മുളക് പൊടിയൊക്കെ ഇട്ട് തണുത്തതിന് ശേഷം ഇതുപോലത്തെ ജാറിൽ വെള്ളം ഒഴിക്കാതെ നമ്മളൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അരഞ്ഞ് കിട്ടാൻ ഭയങ്കര എളുപ്പമാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തല്ലോ. ഇനി അത് നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കണം. ഇതുപോലെ ആവശ്യത്തിന് വെള്ളം ആ ജാറിലേക്ക് ഒഴിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ അരപ്പ് ഫുള്ളായിട്ട് നമുക്ക് ഇനി കിട്ടും. നന്നായിട്ട് ഇളക്കിയിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണേ. ഈ പൊട്ടറ്റോയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പം നമ്മൾ സ്വല്പം കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കണേ. ഇനി നമുക്ക് ആ ടൊമാറ്റോയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, വലുതായിട്ട് തീയലിനൊക്കെ എപ്പോഴും വലുതായിട്ട് അരിഞ്ഞിട്ടാൽ മതി. അപ്പോൾ ആ തക്കാളി എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എനിക്കിവിടെ കറിവേപ്പില ഇല്ല, ഇത് എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ പോയപ്പോൾ എടുത്തോണ്ട് വന്നതാണ്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കണേ. പൊട്ടറ്റോ വെന്ത് കഴിയുമ്പോഴാണ് നമ്മൾ പുഴുങ്ങിയ മുട്ട ഇതിനകത്ത് ചേർക്കേണ്ടത്. നമ്മളിപ്പോൾ ഈ പൊട്ടറ്റോ ഇതിനകത്ത് ഇട്ടിട്ട് ഒരു 10-12 മിനിറ്റായേ. അപ്പം നമുക്ക് ആവശ്യത്തിന് പൊട്ടറ്റോ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങിയ മുട്ട ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണേ. വരഞ്ഞു കൊടുത്തിട്ട് ഇതിനകത്തിട്ടാൽ മതി. അല്ല, ഇപ്പോൾ കീറി ഇടാനാ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ രണ്ടായിട്ട് കീറിയാണെങ്കിലും ഇടാം. ഞാൻ തീയലിന് ഇങ്ങനെ ഇടുന്നത്. എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഈ മുട്ട ഇതിനകത്ത് കിടന്ന് ഒന്നും കൂടെ വേവണം. അപ്പോഴേ നല്ല പോലെ അതിനകത്ത് എരിവും പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു
മുട്ട തീയലാവും. 5 മിനിറ്റ് കിടക്കണം, ഇതുപോലെ കിടന്ന് കുക്കാകണേ. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ നോക്കാവേ. നമ്മളിപ്പോൾ മുട്ട ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് സെറ്റായിട്ടുണ്ട് കറി കേട്ടോ. ഇത് ചോറ്, ചപ്പാത്തി, പൊറോട്ട, പുട്ട് ഇതിൻ്റെ എല്ലാം കൂടെ പോകുന്ന ഒരു അടിപൊളി ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മൾ ഈ മുട്ട ഇട്ടിട്ട് 5 മിനിറ്റ് ഇങ്ങനെ കുക്ക് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ എന്നാലേ ഇതിൻ്റെ മസാലയൊക്കെ അതിനകത്തോട്ട് കയറത്തുള്ളൂ. അല്ലാതെ മുട്ട ഇട്ടിട്ട് അന്നേരം ഓഫ് ചെയ്താൽ ആ ഒരു മസാല ഈ മുട്ടയ്ക്കകത്തോട്ട് കയറത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത്. ഇതിപ്പോൾ നല്ല കുറുകിയ ചാറോടുകൂടിയ അടിപൊളി മുട്ട തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.